നിങ്ങളുടെ ജീവിതത്തിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ ശിവക്ഷേത്രത്തിലൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാം നിങ്ങളുടെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതെന്ന്. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടോ മുടങ്ങിയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചോ ഇരിക്കുന്നുണ്ടോ? നിങ്ങളിത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അത്ഭുത ശക്തിയേറിയ, പക്ഷേ കേട്ടാൽ നിസ്സാരമെന്ന് തോന്നും, പക്ഷേ ഇതുകൊണ്ട് സാധിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിലായാലും മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും അനുഭവങ്ങൾ ഉണ്ടായ കാര്യമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി മനഃശുദ്ധിയോടുകൂടി, ആദ്യം അതാണല്ലോ വേണ്ടത്, പൂർണ്ണ മനഃശുദ്ധിയോടുകൂടി ചെന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾ ഈ വഴിപാടുകൾ നടത്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ തുറന്നു പറയുക. 108 തവണ ഓം നമഃ ശിവായ അവിടെ നിന്ന് ചെല്ലുക. അവിടുന്ന് ഭഗവാനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഈ വഴിപാടുകളൊക്കെ നടത്തി ചെല്ലുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വീട്ടിലെത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റും. ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്ന് കമൻറ്റ് ചെയ്യണം. കാര്യം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാതെ പോകരുത്. അത്രയ്ക്ക് അത്ഭുത ശക്തിയുള്ള വഴിപാടുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിസ്സാരമായെന്ന് വിചാരിക്കും, പക്ഷേ ഒരിക്കലും അങ്ങനെ കരുതരുത്. കാരണം വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാനും ഇത് ചെയ്യാനും. ഒരു ആഴ്ച പോലും മുടങ്ങുകയും ചെയ്യരുത്. അഥവാ ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പല കാരണങ്ങൾ കാണുമല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ നിങ്ങളത് മുൻകൂട്ടി ആ ക്ഷേത്രത്തിൽ വഴിപാട് രസീതാക്കുക. ഫോൺ വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് പറ്റുന്ന ആരായാലും പോയാലും മതി. അത് മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. ഈ വഴിപാട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമേ മനഃശുദ്ധിയോടുകൂടി ഈ അസൂയ, കുശുമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ നിന്നിട്ട് കളഞ്ഞ്, ആരോടെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായും ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങളൊരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി രസീതാക്കണം. പിന്നെ ഒരു കൂവളത്തിൽ അർച്ചന ചെയ്യണം. പിൻവിളക്ക്, ജലധാര, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തിങ്കളാഴ്ച ദിവസം എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത്ഭുത ശക്തി എന്താണ്. ഭഗവാനിൽ വിശ്വാസപ്പെട്ട് മഹാദേവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. രസീതുമായിട്ട് ആദ്യമേ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക. കൂപ്പ് കൈകൾ കൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അത് സമർപ്പിച്ച് നിങ്ങൾ ഈ അത്ഭുത ശക്തി അറിയുക. എന്നിട്ട് എനിക്ക് വന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് വന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും സകല കാര്യങ്ങൾക്കും ഒരു നിവൃത്തി ഉണ്ടാവും. നിങ്ങളുടെ സൗഭാഗ്യങ്ങളും വരും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. വളരെ തുച്ഛമായ കാശേ പൈസയൊക്കെ ഇതിനൊക്കെ ആവത്തുള്ളൂ. ഒരുപാട് കാശുകളും വലിയ വലിയ പൂജകളും നടത്തി കുഴഞ്ഞിരിക്കുന്നവരല്ലേ നമ്മളൊക്കെ. നമ്മളിതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഭഗവാനിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ തെക്കു ഭാഗത്തുള്ള കതകായാലും ജനലായാലും എപ്പോഴും അങ്ങനെ തുറന്നിടാൻ പാടില്ല. എപ്പോഴും അടച്ചിടുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ തുറക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ തുറക്കുക, യൂസ് കഴിയുക, അടച്ചിടുക. സന്ധ്യസമയത്ത് ഒരു കാരണവശാലും തെക്കുവശത്തുള്ള വാതിലുകളോ ജനലുകളോ തുറന്നിടാൻ പാടില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളൂടെ ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ ചാനൽ.